കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് SFI പ്രവർത്തകരുടെ മാർച്ച് നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കേരള സർവകലാശാലയെ ചുറ്റിപ്പറ്റിയും അതിനപ്പുറത്തേക്ക് ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള താൽക്കാലിക വിസി നിയമനത്തിനെതിരെയുള്ള ഒരു വർഷത്തോളമായി നീളുന്ന സമര പരമ്പരയുടെ ഭാഗമായി ഇപ്പോൾ കേരള സർവകലാശാല വിഷയം കൂടി ഈയടുത്ത് ഉയർന്നതിനിടെയാണ് SFIയുടെ പ്രതിഷേധം ിരിക്കുന്നത്. ഈ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം കൂടി ആയതിനാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാക്കി മാറ്റുകയാണ്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെയാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. പോലീസുകാരടക്കം അവിടെ സ്ഥലത്തുണ്ട്. നിലവിൽ വലിയ സംഘർഷസ്ഥിതി ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. മിഥിലാബലൻ വിശദാംശങ്ങളുമായി ചെയ്തു. മിഥില, ഇപ്പോൾ കേരള സർവകലാശാലയിലെ ഈ പറഞ്ഞ രജിസ്ട്രാർ വിഷയം തൊട്ട് ഗവർണറുടെ ഈ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നുവെന്ന വിശാലാർത്ഥത്തിലുള്ള ആരോപണങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രവർത്തകർക്ക് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് SFIയുടെ മാർച്ച് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഈ മാർച്ച് തടഞ്ഞിരുന്നു. പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ഗവർണറുടെ ഈ കാവ്യവൽക്കരണ നയത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ നടത്തിയത്. 50-ലധികം പ്രവർത്തകർ SFI കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. താജുദ്ദീൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാർച്ച്. താജുദ്ദീൻ അല്പസമയത്തിനകം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. നിലവിൽ ഇപ്പോൾ ഒരു തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. അത് വിജയിച്ചില്ല. വലിയ രീതിയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം തന്നെ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ബാരിക്കേഡുകൾ വെച്ച് അങ്ങോട്ട്, അതായത് ഇൻകം ടാക്സ് ഓഫീസിലേക്കുള്ള വഴി അടച്ചിട്ടുണ്ട്. ഈ ഒരു ബാരിക്കേഡിന് മുന്നിൽ, അതായത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന, മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഈ ഗവർണർക്ക് വിവേചനാധികാരം നൽകുന്ന പല നിയമങ്ങൾക്കെതിരെ അധികാര സ്ഥാനത്തെതിരെ ചാൻസലർ ബില്ലൊക്കെ ചില വിസിമാർ സേവാഭാരതി പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്നു. അതിനുമപ്പുറത്തേക്ക് കണ്ണൂർ സർവകലാശാല അടക്കം സിലബസിലടക്കം കാവ്യവൽക്കരണ ആരോപണം നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്തേണ്ട സർവകലാശാലകളിൽ ഉണ്ട്, സംഭവിക്കുന്നു. അത് ഗവർണറുടെ നേതൃത്വത്തിൽ അതിനുള്ള ആസൂത്രിതമായ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ആരോപണം, അതൊരു വിശാലമായ ആരോപണം കൂടിയാണ്. ഈ ആരോപണത്തിൽ കൂടി ഉറച്ചുകൊണ്ടുള്ള പ്രതിഷേധമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഗവർണർ പോരിനുകൂടി തുടക്കമിടാനിരിക്കെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരള സർവകലാശാലയിൽ ഉണ്ടായ വിഷയം കൂടി